ആലപ്പുഴ കളർകോട് അപകടത്തിന്റെ നടുക്കത്തിൽ നിന്ന് നാട് മുക്തമായിട്ടില്ല. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട അപകടത്തിൽ പ്രധാന വില്ലൻ കാലപ്പഴക്കം ചെന്ന വാടക വണ്ടിയായിരുന്നു. ആന്റിലോക്ക് സംവിധാനവും എയർബാഗും ഇല്ലാത്ത 14 വർഷം പഴക്കമുള്ള കാറിലാണ് 11 പേർ സഞ്ചരിച്ചത്. പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരുടെ വയറ്റത്തടിക്കുകയും നിരത്തുകളിൽ ഇങ്ങനെ അപകടങ്ങൾ പതിവാക്കുകയുമാണ് ഇത്തരം കള്ള ടാക്സികൾ. യാതൊരു നിബന്ധനയുമില്ലാതെ ആർക്കും വാടകയ്ക്കെടുക്കാവുന്ന ഇത്തരം കാറുകളാണ് വൻ വിപത്തുകൾക്ക് കാരണമാകുന്നത്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ആലപ്പുഴയിലേത്. കളർകോട് KSRTC ബസ്സിലേക്ക് നിയന്ത്രണം തെറ്റി ഇടിച്ചുകയറിയ 2010 മോഡൽ ടവേര നിയമവിരുദ്ധമായി വാടകയ്ക്ക് കൊടുത്തതായാണ് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും കണ്ടെത്തൽ. കാറുടമ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാൻ ഇത്തരം കാറുകൾ വാടകയ്ക്ക് നൽകുന്നയാളാണെന്നും ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണൻ പറയുന്നു. 1.5 മാസം മാത്രം പരിചയമുള്ള ഒരാൾക്ക് വണ്ടി കൊടുക്കാൻ സ്വാഭാവികമായി സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് അയാൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. റെൻ്റ് ക്യാബ് സർവീസ് നടത്താനുള്ള ചുമതലപ്പെടുത്തി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുത്ത ലൈസൻസ് ഉള്ള ആളല്ല. അത് അനധികൃതമായി നിയമവിരുദ്ധമായി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. കൊള്ളയടിക്കും കൊലപാതകത്തിനും ആശ്രയിക്കുന്നതും ഇതേ വാടക വാഹനങ്ങളെ തന്നെ. വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ നടന്ന CPIM നേതാവ് ബെന്നി കൊലക്കേസിൽ പ്രതികൾ ഉപയോഗിച്ചത് ഷാമിൽ ഖാന്റെ ഒമിനിയായിരുന്നു. നേരത്തെ ഒരു ബെന്നി കൊലക്കേസ് സമയത്തൊക്കെ അതിപ്പോ ഇവിടെ വണ്ടിയായിരുന്നു. അതെ, ഒമിനിയായിരുന്നു. അത് എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള ഒരാൾ വിവാഹത്തിന് പോകണമെന്ന് പറഞ്ഞെടുത്തുകൊണ്ട് പോയതാണ്. നടപടിയിലുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഞാൻ ഒരു കല്യാണത്തിന് പോകാനായിട്ട് എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ളവരെന്ന് വെച്ച് വണ്ടി കൊടുത്തു. അവർ കൈമറിഞ്ഞ് വേറെ കൊടുത്തു. ബെന്നി വധക്കേസിൽ പെട്ടതാണ്. നിങ്ങളറിയാതെ വാഹനം കൊടുത്തു. അതെ. ആലപ്പുഴയിൽ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലും SDPI നേതാവ് ഷാൻ വധക്കേസിലും പ്രതികൾ ഉപയോഗിച്ചത് വാടക വണ്ടികൾ തന്നെ. ഇങ്ങനെ ലൈസൻസോ ടാക്സി പെർമിറ്റോ മറ്റു മതിയായ രേഖകളോ ഇല്ലാതെ നിയമവിരുദ്ധമായി ഓടുന്ന റെന്റേ കാറുകളുടെ ആധിപത്യമാണ് നിരത്തുകളിൽ. ഇത്തരം കള്ള ടാക്സികളുടെ പെരുപ്പം പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരുടെ തൊഴിലും ഇല്ലാതാക്കുന്നു. ഒരു 50 മീറ്റർ അപ്പുറത്ത് 10-18 വാഹനങ്ങൾ ഓടിക്കുന്ന സ്റ്റാൻഡാണ്. അവിടെ ഒരു വണ്ടി ഒരു സ്റ്റാൻഡ് വരാറില്ല. കാരണം ഓട്ടങ്ങളില്ല. ഞങ്ങളൊക്കെ മാസം 4-5 ഓട്ടങ്ങൾ ഓടിയാലായി. പരാതികളുടെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഓപ്പറേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന പേരിൽ നടപടി ആരംഭിച്ചെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. ടാക്സി ഡ്രൈവർമാരുടെ തൊഴിലിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയ ഇത്തരം കള്ള ടാക്സികൾ വലിയ തോതിലുള്ള നഷ്ടമാണ് ഈ മേഖലയിൽ വരുത്തിവെക്കുന്നത്. ഇത്തരം നിയമവിരുദ്ധ കള്ള ടാക്സികളെ കണ്ടെത്താനും ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും അധികൃതർ ഇനിയെങ്കിലും തയ്യാറാകണം. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ 4-5 ദിവസം സ്റ്റാൻഡിൽ വന്ന് കിടക്കാൻ നേരത്ത് ആണ് ഒരു ഓട്ടം കിട്ടുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ 5 ദിവസം പണിക്ക് പോകുന്ന ആൾക്കാരാണ്. 5 ദിവസം പണിക്ക് പോയിട്ടാണ് ഒരു ദിവസം ഒരു ഓട്ടം വരാൻ നേരത്ത് ഇതിനകത്തെ കള്ള ടാക്സി എടുത്തുകൊണ്ട് പോയി, ഓണേഴ്സ് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഓട്ടം പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റെന്റേ കാറുകൾ കൊടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും വളരെ മോശമായിട്ട് നമ്മുടെ ഓട്ടം വളരെയധികം മോശമായിട്ടാണ് വരുന്നത്. നമ്മൾ ഒത്തിരി പരാതികൾ കൊടുത്തിട്ടുണ്ട്. കളക്ടർക്കായാലും ആർടിഒയ്ക്കായാലും ആലപ്പുഴ എല്ലാം ഇപ്പോൾ ഇതിനു വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വരെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. വർഷാവർഷം ഞങ്ങൾ ടെസ്റ്റ് നടത്തി ഇൻഷുറൻസും ടാക്സും എല്ലാം അടച്ച് ഇവിടെ കിടക്കുന്നതാണ്. ഞങ്ങൾക്ക് ചില ദിവസങ്ങളിൽ വളരെ നിരാശമായിട്ടായിരിക്കും വീട്ടിൽ പോകുന്നത്. ഞങ്ങളുടെ കുടുംബങ്ങളും കഴിയണ്ടേ. ഇങ്ങനെ റെൻ്റേ കാറ് ഇങ്ങനെ ഓടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തെ അത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്.